Hi students, welcome to another video session of Think Institute. My name is Basil. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 2025 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തയെ കുറിച്ചാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സേഫ് റോഡ്. നമുക്കറിയാം നമ്മുടെ നിതിൻ ഗഡ്കരി അല്ലേ, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ ഹൈവേസ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഗ്രീൻ ഹൈവേ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് എൻവയോൺമെൻറ്റിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പുതിയ മുന്നേറ്റമാണ് ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് സേഫ് റോഡ്. നിങ്ങൾ ഓർക്കുക, നാഷണൽ ഹൈവേ 45. ആ 45 ഈ ഒരു ഹൈവേയുടെ ഒരു ചെറിയ പാർട്ടിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് വരുന്നത്. ഓക്കെ, ബൈ ദ വൈൽഡ് ലൈഫ് സേഫ് സെക്ഷൻ. ഓക്കെ, വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എന്ന് പറയുന്ന ആ റിസർവിൻ്റെ ഒരു ചെറിയ ഭാഗത്ത്, ആ ഒരു റിസർവിലൂടെ ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേയുടെ ഒരു സെക്ഷൻ്റെ 11.96 കിലോമീറ്റർ, ആ ഒരു സെക്ഷനിലാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് വരുന്നത്. ഓക്കെ, എന്താണ് ആ ടോപ്പിക്ക് നമുക്ക് നോക്കാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനാണ്. അതായത് നമുക്കറിയാം റോഡ് ഹൈവേ കൂടിയൊക്കെ മൃഗങ്ങൾ പാസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ വാഹനങ്ങളുമായിട്ടുള്ള കൊളീഷൻ വഴി ഒരുപാട് മൃഗങ്ങൾ മരിക്കാറുണ്ട്. അത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടേബിൾ ടോപ്പ് റെഡ് മാർക്കിങ്സ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾ പലരും ന്യൂസിൽ കണ്ടതായിരിക്കും അല്ലേ. ഒരു ഇന്ത്യാസ് ഫസ്റ്റ് അല്ലേ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിങ്സ് ഓൺ എ ഹൈവേ. എന്താണ് ഈ റെഡ് മാർക്കിങ്സ് കൊടുക്കാനുള്ള കാരണം? നമുക്കറിയാം റെഡ് അല്ലേ, റെഡ് കളർ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ കളർ അല്ലേ, ഒരു കോഷണറി അല്ലേ, അപായ സൂചനയൊക്കെ നൽകുന്ന കളറാണ് അല്ലേ. അപ്പോൾ റെഡ് കളർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് കോഷണറി ആവും അല്ലേ. നമ്മൾ ഈ ഒരു റോഡിലോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കുറയ്ക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ദുബായിയുടെ ഒരു റോഡിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലൂടെ ഒരു സ്പീഡ് അത്യാവശ്യം നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ സാധിക്കുമ്പോൾ തന്നെ ഒരു അനിമൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈൽഡ് ലൈഫിൻ്റെ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിങ്സ് മാത്രമല്ല, അണ്ടർപാസും ഫെൻസസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ടോപ്പ് റെഡ് മാർക്കിങ്സ് ആണ്. ഇതൊരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇതൊരു ഇന്നോവേറ്റീവ് അപ്രോച്ചായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലെ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് അവിടെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏത് സെക്ഷൻ നോക്കാം, ഭോപ്പാലും ജബൽപൂരും. ഓക്കെ, അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലാണ് ഈ ഒരു റോഡിൻ്റെ ഭാഗം വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലോട്ട് കടക്കാം. ഇറ്റ് ഈസ് ഡിസൈൻ ടു റെഡ്യൂസ് അനിമൽ വെഹിക്കിൾ കൊളീഷൻ ആൻഡ് എൻഹാൻസ് വൈൽഡ് ലൈഫ് സേഫ്റ്റി. പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. വൈൽ മെയിൻറ്റെയിനിങ് എ സ്മൂത്ത് റോഡ് കണക്ടിവിറ്റി ത്രൂ ദ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഫോറസ്റ്റ് കോറിഡോർ അല്ലേ. അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുക, അത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിങ്സ്, അതായത് ഒരു 5 മില്ലിമീറ്റർ തിക്നെസ്സിലാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിലിമാണ് വിരിക്കുന്നത്. ഓക്കെ, 5 മില്ലിമീറ്റർ തിക്നെസ്, വളരെ ചെറുതാണ്. ആ ഒരു റേസ്ഡ് ചെക്കേർഡ് റെഡ് സർഫേസസ് ഇറ്റ് നാച്ചുറലി സ്ലോസ് ഡൗൺ ദ കാർസ് വിത്തൗട്ട് ദ ഹാർനസ് ഓഫ് സ്പീഡ് ബ്രേക്കേഴ്സ്. നമുക്കറിയാം നോർമലി നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുക, ഹമ്പ് അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അതൊക്കെ കുറച്ച് അത്ര പോസിബിൾ അല്ല, മീൻസ് അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ബട്ട് ഇത് വരുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കും. കാര്യം ബിക്കോസ് ഓഫ് ദ റെഡ് മാർക്കിങ്സ്. ഓക്കെ, നമ്മളിനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഭാരത് ടെക്സ് 2025. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഒരു ടെക്സ്റ്റൈൽ എക്സ്പോ ആണ് ഭാരത് ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യസ് ലാർജസ്റ്റ് ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇവന്റ് ഹെൽഡ് ഇൻ February 2025 അറ്റ് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ടെക്സ്റ്റൈൽ എക്സിബിഷൻ ആണ്. നമുക്കിതിൻ്റെ പ്രത്യേകതയോട് കിടക്കാം. ഇതിൻ്റെ 5F വിഷനാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5F നമ്മളിപ്പോൾ റീസൈക്കിൾ, റെഡ്യൂസ്, റീയൂസ് എന്നൊക്കെ പറയുന്ന പോലെ 5F വിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാം ടു ഫൈബർ ടു ഫാക്ടറി ഫാഷൻ ടു ഫോറിൻ മാർക്കറ്റ്സ്. നോക്കിക്കേ, 5F: ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ ആൻഡ് ഫോറിൻ മാർക്കറ്റ്. ഇതാണ് 5F. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അതായത് ഫാമിൽ നിന്ന് ഇതിൻ്റെ ഫൈബേഴ്സ് എടുക്കുമ്പോൾ തൊട്ട് അതിനെ ഫോറിൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് വരെയുള്ള 5F, അതാണ് ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. വേറെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡി ഹാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വിഷ്വൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഹാൻഡ്ലൂം അല്ലേ, ഇന്ത്യയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ്ലൂംസ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ
അതിനെയൊക്കെ കാണിക്കുന്ന ഒരു എന്താ പറയുക, എക്സ്പോ എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡൽ കാണിക്കുകയാണ് അല്ലേ. അത് ക്യൂറേറ്റ് ചെയ്യുന്നത് NIFT ആണ്. നിങ്ങൾ പലരും കുറേ പേരെങ്കിലും NIFTയിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അസ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് ഇതിനെ ക്യൂറേറ്റ് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഷോക്കേസ് 85 സ്റ്റാൾസ് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് യൂസിങ് ബയോഫിലിക് ഡിസൈൻ. വാട്ട് ഈസ് ബയോഫിലിക്? ബയോഫിലിക് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നേച്ചർ അല്ലേ, നേച്ചറുള്ള ഡിസൈൻസ് അതൊക്കെ യൂസ് ചെയ്യപ്പെട്ടുള്ളതാണ്. സോ ഇതിനെ ക്യൂറേറ്റ് ചെയ്യുന്നത്, ഈ ഇന്ത്യ ഹാറ്റിനെ ക്യൂറേറ്റ് ചെയ്യുന്നത് NIFT ആണ്. അതാണ് പ്രത്യേകത. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഫോക്കസ്ഡ് ഓൺ കസ്തൂരി കോട്ടൺ ഇനിഷ്യേറ്റീവ്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കോട്ടൺ വളരെ ഫേമസ് ആണ് അല്ലേ. പണ്ട് കാലത്തെ മസ്ലിൻ ക്ലോത്ത് തൊട്ട് ഇന്നത്തെ ക്ലോത്ത് വരെ അല്ലേ. മസ്ലിൻ ക്ലോത്ത് ഒരു കാലത്ത് റോമാക്കാരും ബാക്കിയുള്ള യൂറോപ്യൻസ് ഒക്കെ ഇന്ത്യയിലോട്ട് വന്നത് എന്തായിരുന്നു? ഇന്ത്യയുടെ കോട്ടൺ ഒരു പ്രധാനമായിരുന്നു അല്ലേ. റോമാക്കാർ സ്ത്രീകൾക്ക് ഏറ്റവും ഫേമസ്, ഏറ്റവും ഇഷ്ടം ഇന്ത്യയിലുണ്ടാക്കിയ, നമ്മുടെ ബംഗാളിലുണ്ടാക്കിയ മസ്ലിൻ ക്ലോത്ത് ആയിരുന്നു അല്ലേ. വളരെ ഫൈനായിട്ടുള്ള നേർത്ത ഒരു ക്ലോത്ത് അല്ലേ. ആ ക്ലോത്തിൻ്റെ അതുപോലെ ഒരുപാട് ക്ലോത്ത് ഇന്ത്യയിൽ ഫേമസ് ആണല്ലേ. ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ മുഗാ സിൽക്ക്, നമ്മുടെ കാഞ്ചീപുരം പട്ട് സാരി അല്ലേ, ബനാറസ് പട്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഹാൻഡ്ലൂംസിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. സോ ആ ഒരു റിച്ച് കൾച്ചർ അല്ലേ, അതിനെ വീണ്ടും റിഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു വിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ് കസ്തൂരി കോട്ടൺ ഇനിഷ്യേറ്റീവ്. അതായത് ഇന്ത്യയുടെ ആ ഒരു പഴയ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന പോലെ അല്ലേ, നമ്മുടെ ഒരു പ്രീമിയം വാല്യൂ നമ്മുടെ കോട്ടന് കൊടുക്കുക. അതാണ് ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് സീറോ വേസ്റ്റ് ഹാൻഡ്ലൂം ഡിസൈൻ, അതായത് ഹാൻഡ്ലൂംസിനെ, ട്രഡീഷണൽ ഹാൻഡ്ലൂംസിനെ എഫിഷ്യൻ്റ് ആക്കി മാറ്റുക. ഇതൊക്കെയാണ് ഭാരത് ടെക്സ് 2025ൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യാസ് ലാർജസ്റ്റ് ഗ്ലോബൽ ടെക്സ്റ്റൈൽ ഇവൻ്റ് ആയിരുന്നു ഭാരത് ടെക്സ് 2025. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5F, അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ അടുത്തായിട്ട് വീണ്ടും നോക്കാൻ പോകുന്നത് ഒരു റീബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. വളരെ കോൺട്രവേഴ്സി എന്ന് പറയില്ല, വളരെ എന്താ പറയുക, ന്യൂസിൽ ഒരുപാട് നിറഞ്ഞിരുന്ന ഒരു റീബ്രാൻഡിങ് ആയിരുന്നു ജാഗ്വാറിൻ്റെ. നമുക്കറിയാം ജാഗ്വാർ ഒരു ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽ ബ്രാൻഡാണ് അല്ലേ. ഇതിനെ ഓൺ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ജാഗ്വാറും ലാൻഡ് റോവറും ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ടാറ്റയാണ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത്, അത് ഓർക്കുക. ബട്ട് ഈ അടുത്ത് അവർ റീബ്രാൻഡിങ് നടത്തി. ആ റീബ്രാൻഡിങ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എക്സ്യൂബറൻറ്റ് മോഡേണിസം, അത് അവരുടെ പുതിയ ഡിസൈൻ ഫിലോസഫിയാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ജാഗ്വാർ അവരുടെ കാറിനെയൊക്കെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആക്കി മാറ്റി അല്ലേ, അവരുടെ ഡിസൈൻസ് ഒക്കെ ഒന്ന് മാറ്റി, അതുപോലെ കുറച്ച് കാറിൻ്റെ കളേഴ്സൊക്കെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റിയിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ വാർത്ത. സോ ഇവരുടെ ഡിസൈൻ ഫിലോസഫിനെ വിളിക്കുമ്പോഴാണ് എക്സ്യൂബറൻറ്റ് മോഡേണിസം എന്ന്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവരുടെ ഷിഫ്റ്റിനെ കുറിച്ച് നോക്കാം. എ ടോട്ടൽ റീസെറ്റ്, അവർ ലക്ഷറി കാർ ബ്രാൻഡ് ആയിരുന്നു. ഇറ്റ്സ് മൂവിങ് ഫ്രം എ പ്രീമിയം കാർ മേക്കർ ടു ആൻ അൾട്രാ ലക്ഷറി EV ബ്രാൻഡ്. അതായത് ഒരു ലക്ഷറി EV ബ്രാൻഡ് അല്ലേ, ഇലക്ട്രിക് വെഹിക്കിൾ ബ്രാൻഡ്, ലൈക്ക് അവർ ടെസ്ല എന്ന് പറഞ്ഞൊരു പ്രീമിയം ബ്രാൻഡ് അല്ല, ബട്ട് ഇതൊരു പ്രീമിയം EV ആക്കി മാറ്റുക. അതാണ് ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ പുതിയ ഡിസൈൻ ഫിലോസഫിയാണ് എക്സ്യൂബറൻറ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഈ എക്സ്യൂബറൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ്, ബട്ട് ഈ ഒരു പുതിയ ഫിലോസഫീനെ മൊത്തത്തിൽ നമുക്ക് വിളിക്കാൻ ഈ ഒരു വേർഡും കൊണ്ട് സാധിക്കും, എക്സ്യൂബറൻറ്റ് മോഡേണിസം. ഇറ്റ് ഡിഫൈൻസ് ജാഗ്വാർസ് മോഡേൺ ക്രിയേറ്റീവ് ഡയറക്ഷൻ, ലൈക്ക് അതിന് കുറച്ച് ബോൾഡ്, ആർട്ടിസ്റ്റിക്, ഫിയർലെസ് ആൻഡ് യുണീക്ക് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അവരുടെ ഈ ഒരു ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ് എക്സ്യൂബറൻറ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവരിതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ഫൗണ്ടറിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഓക്കെ, എയിംസ് ടു ബ്രേക്ക് അവേ ഫ്രം ദ കൺവെൻഷൻ എംബ്രേസ് ഓഫ് ഒറിജിനാലിറ്റി. പോട്ടെ, സർ വില്യം ലയൺസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് ഈ ഫിലോസഫീനെ അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം, എ ജാഗ്വർ ഷുഡ് ബി എ കോപ്പി ഓഫ് നത്തിങ് അല്ലേ. അതായത് ജാഗ്വർ എന്ന് പറയുന്നത് എന്താണ്? മറ്റു ആൾക്കാരുടെ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ സംതിങ് യുണീക്കായിട്ട് കൊടുക്കുക. ആ ഒരു ഫൗണ്ടറുണ്ട്. ഈ ഫൗണ്ടർ എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഫൗണ്ടറൊന്നും അല്ല കേട്ടോ, 1920s ജീവിച്ചിരുന്ന ആളാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസൈൻ ഫിലോസഫി അത് ഇവരിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാഗ്വാറിൻ്റെ ആ ഒരു എന്താ പറയുക പുതിയ റീബ്രാൻഡിങ്. ഇതാണ് പുതിയ ലോഗോ. ഈ ഒരു ഫോണ്ടിനെയാണ് അവർ എക്സ്യൂബറൻ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും എ സ്മോൾ ലെറ്റർ ആണ് അല്ലേ, അതുപോലെ ഒരു സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ മിക്സ് ചെയ്താണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ലീപ്പിംഗ് ജാഗ്വാറിനെയൊക്കെ അവർ മാറ്റിക്കളഞ്ഞു. ഈ ലീപ്പിംഗ് ജാഗ്വാർ, ഇത് ജാഗ്വാർ എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആയിരുന്നു. അത് ഒട്ടാകെ മാറ്റി
ഈ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പിങ്ക് വളരെ അൺകൺവെൻഷണൽ ആയിട്ട് ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ലീപ്പിംഗ് ജാഗ്വർ എന്നൊരു മാറ്റത്തെക്കുറിച്ചാണ്. ജാഗ്വറിൻ്റെ ഏറ്റവും ഐഡൻറ്റിഫയിങ് ഫീച്ചർ ആയിരുന്നു ആ ഒരു ലീപ്പിംഗ് ജാഗ്വർ. അതിലും അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. എ ലീപ്പിംഗ് ജാഗ്വർ ഹാസ് ബീൻ റീഡിസൈൻ ടു ലുക്ക് ഷാർപ്പർ, മോർ ആംഗുലർ ആൻഡ് ഡൈനാമിക്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ? ആ ഒരു എന്താ പറയുക, ഒരു 3Dയിൽ നിന്ന് ഒരു 2D ഒരു ഫ്ലാറ്റ് സ്ക്രീനിലായിട്ട് അത് മാറ്റി. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയില്ല. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് കുറേ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിറ്റിസിസമാണ് ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അവർ മോഡേൺ ആവാൻ നോക്കി, ബട്ട് അവർ ട്രഡീഷണൽ റൂട്ട്സൊക്കെ മാറ്റി എന്നാണ് അവർ പറയുന്നത്. ഇത് മോഡേണിലായിട്ടുള്ള ഒരു പുതിയ ചുവടുവയ്പ്പാണെന്ന് ആ കമ്പനി പറയുന്നു. ബട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി, ആ ഒരു കമ്പനിയുടെ ഐഡൻറ്റിഫയിങ് ഫീച്ചേഴ്സ് മൊത്തത്തിൽ അവർ മാറ്റി എന്ന് പറഞ്ഞ രീതിയിൽ ഈ കമ്പനിക്ക് ഇതിലൊരു ഹേറ്റ് ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു പുതിയ മോണോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, മോണോഗ്രാം, എ ന്യൂ സർക്കുലർ മോണോഗ്രാം ഫോംഡ് ബൈ ദ ഇന്റർലോക്കിംഗ് ഓഫ് J and R ലെറ്റേഴ്സ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതായിരുന്നു പഴയ ഒരു ലോഗോ അല്ലെങ്കിൽ ഇതിൻ്റെ മോണോഗ്രാം എന്ന് പറയുക. ഇപ്പോൾ അവർ ഈ ഒരു മോണോഗ്രാമിലോട്ട് മാറി, കുറച്ചുകൂടി മിനിമലിസ്റ്റിക് ആക്കി മാറി. ഓക്കെ, മിനിമലിസം അല്ലേ, അതുപോലെ ഫ്ലാറ്റ് അല്ലേ, കുറച്ചുകൂടി സിമ്പിൾ ആക്കുക. ഇതൊക്കെയാണ് മോഡേൺ കാലത്തെ ലോഗോ ഡിസൈനിങ്ങിൻ്റെ. സോ അവരുടെ ഫിലോസഫി അനുസരിച്ച് ഇത് ഓൾഡ് ആണ്. സോ അവർ കുറച്ചുകൂടെ മോഡേൺ ആകാൻ വേണ്ടി ഈ ജെയും ആറും ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ മോണോഗ്രാമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ പുതിയ മോണോഗ്രാമാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ കളർ പാലറ്റിൽ വന്ന മാറ്റമാണ്. ഓക്കെ, കാരണം നമ്മൾ പൊതുവേ കാണാത്ത അൺകൺവെൻഷണൽ കളർ കൊടുക്കുക. ഓക്കെ, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് EV ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സും കുറച്ച് അൺകൺവെൻഷണൽ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് വൈബ്രൻറ്റ് പ്രൈമറി കളേഴ്സ് അല്ലേ. കൂടുതലും അത്ര വൈബ്രൻറ്റ് കളേഴ്സ് കാരണം കൊടുക്കാറില്ല നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയിൽ. ബട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയൊക്കെ മാറ്റി വളരെ എല്ലാത്തിനെയും ഉടച്ചു വാർക്കുന്ന പുതിയൊരു മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് റെഡ്, ബ്ലൂ, യെല്ലോ, പിങ്ക് ഒക്കെ യൂസ് ചെയ്ത് ഇതിനൊരു വൈബ്രൻറ്റ് കളർ പാലറ്റ് കൊടുത്തു. യൂസ്ഡ് വിത്ത് ടെക്സ്ചർ ആൻഡ് മൂവ്മെൻറ്റ്, നോൺ ഫ്ലാറ്റ് ടോൺസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കളർ ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രഡീഷണൽ പാറ്റേൺസിൽ നിന്നൊക്കെ മാറി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാവുന്ന മറ്റൊരു ചേഞ്ചിനെ കുറിച്ചാണ്. ബെന്റ്ലി എന്ന് പറയുന്ന വേറൊരു കാർ മേക്കറിനെ കുറിച്ച്. ഓക്കെ, ഇവർ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ ആമസോണിലും അതുപോലെ ഗൂഗിളിലും കണ്ട പോലെ ഒരു ചെറിയ ചേഞ്ച്. ഓക്കെ, ദ ഫാൽക്കൺ റിഫ്രഷ് അതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം ബെന്റ്ലിയുടെ ആ ഒരു ഐക്കോണിക് ലോഗോ അല്ലേ, ആ ഒരു ഔളോ അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫാൽക്കൺ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മൂങ്ങയുടെ ഇതുപോലെ ഇരിക്കും. ഇതാണ് ബെന്റ്ലിയുടെ ഒരു ഓൾഡ് ലോഗോ എന്ന് പറയുന്നത്. നിങ്ങൾ മുകളിൽ കാണാവുന്നതാണ് പുതിയ ലോഗോ അല്ലേ, കുറച്ചൊന്ന് ഷാർപ്പാക്കി മാറ്റി അല്ലേ. അതുപോലെ ഈ താഴെയുള്ള ആ ഒരു ഫെദേഴ്സൊക്കെ അവർ മാറ്റി ഈ ഒരു ബിക്ക് കുറച്ച് പ്രോമിനൻസ് വന്നു. ഇതാണ്. സോ ബെന്റ്ലി ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് ലോഗോ ഫോർ ഓൺലി ദ 5th ടൈം ഇൻ 106 years. അതായത് 106 കൊല്ലം കൊണ്ട് ആകെ ഇവർ 5 തവണയെ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് അതിപ്പോഴാണ് നടന്നിരിക്കുന്നത്. Bentley describes the Falcon refresh as a refinement, not an entire change. Okay, it's the largest update in 100 years while preserving the brand heritage. So ഇതിൻ്റെ ഈ ഒരു പുതിയ ഡിസൈൻ അതൊരു ഫാൽക്കൺ ഇൻസ്പയർഡ് വിങ്സ് ആണ്. ഓക്കെ, ഫാൽക്കൺ, ആ ഫാൽക്കൺ ഏതാണെന്ന് നമുക്ക് നോക്കാം. The wing design now inspired by the പെരഗ്രീൻ ഫാൽക്കൺ. ഓക്കെ, പെരഗ്രീൻ ഫാൽക്കൺ എന്ന് പറഞ്ഞ ആ ഒരു ഫാൽക്കണിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത പുതിയൊരു വിങ് ഡിസൈനാണ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗിവിങ് എ ഷാർപ്പർ, മോർ ആംഗുലർ ആൻഡ് ഡൈനാമിക് ലുക്ക്. ഓക്കെ, ആ ഒരു പഴയ സോഫ്റ്റ്വെയർ ഓൾ ലൈക്ക് അല്ലെ, ഒരു മൂങ്ങയുടെ ആ ഒരു ഇതിൽ നിന്ന് മാറി ഒരു ഫാൽക്കണിൻ്റെ ഒരു ഫിലോസഫിയാണ് അവർ ഇപ്പോൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അതായത് കുറച്ച് മാറ്റി കുറച്ചുകൂടെ ഷാർപ്പറാക്കി മാറ്റി അല്ലേ. നമ്മുടെ ഇത് അത്ര നമ്മുടെ ജാഗ്വാറിനെ പോലെ അത്ര കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കിയില്ല. മേ ബി ഇറ്റ്സ് ഗുഡ് റൈറ്റ്. ഈ ഒരു ബിക്ക് അവർ കുറച്ച് പ്രോമിനൻസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്ലാസി ആക്കി. കാര്യം ഈ ബി നടുക്കുള്ള ബെന്റ്ലിയുടെ ബി അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഉപയോഗിക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദ ലോവർ ഫെദേഴ്സ് ബിനീത്ത് ദ ബി റിമൂവ് ടു എൻഹാൻസ് ക്ലാരിറ്റി ആൻഡ് റെക്കഗ്നൈസിബിലിറ്റി. ഓക്കെ, ആ ഒരു താഴത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, താഴത്തെ ഫെദേഴ്സൊക്കെ മാറ്റി, എസ്പെഷ്യലി ഓൺ ഡിജിറ്റൽ ആൻഡ് സ്മോൾ സ്ക്രീൻ. കാര്യം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമലിസം തന്നെയാണ് അല്ലേ. നിങ്ങൾ പഴയ കാലത്തെ ആപ്പിളിൻ്റെ ലോഗോ കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഫസ്റ്റ് ലോഗോ എന്ന് പറഞ്ഞാൽ ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിൻ്റെ താഴെ നിൽക്കുന്നതായിരുന്നു. ഓക്കെ, ആ ഒരു ലോഗോ ഒന്ന് പിന്നീട് ഒരു റെയിൻബോ കളർ ആപ്പിളായിട്ട് മാറി. അങ്ങനെ മാറി 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 വന്നിരിക്കുന്നത്. അത് പണ്ട് കാലത്ത് ഇന്നത്തെ ഫേമസ് ബ്രാൻഡിൻ്റെ ലോഗോസ് നോക്കിക്കഴിഞ്ഞാൽ
വളരെ എന്താ പറയുക, ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. മീൻസ് വളരെ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച ലോഗോസ് ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് മിനിമലിസ്റ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോഗോസ്. സോ ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ജുവൽ ബി മോണോഗ്രാം അല്ലേ, ആ ബീനെ മാത്രം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുക, ആ ഒരു ബിക്ക് കുറച്ചുകൂടെയും പ്രൊമിനൻസ് കൊടുക്കുക, അതിനൊരു ഗ്ലാസി ഒരു ഷൈനി അപ്പിയറൻസ് കൊടുക്കുക, അതാണ് ആ ഒരു മോണോഗ്രാം. ജുവൽ ബി മോണോഗ്രാം എന്നാണ് അവർ പറയുക. അതായത് നമ്മൾ ഈ നടുക്ക് കാണുന്ന ഈ ഒരു മോണോഗ്രാം മാത്രം. സോ അതാണ് ബെൻലിയുടെ കാര്യങ്ങൾ. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് വളരെ സന്തോഷം വരുന്നൊരു വാർത്തയാണ് നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. യുഗീൻ ഭാരത് ഓർ എവർ ലാസ്റ്റിംഗ് ഭാരത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതം ഓർ നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു മ്യൂസിയം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം പാരീസിലെ ലൂഫ് മ്യൂസിയം ആണ് അല്ലേ, നമ്മുടെ മൊണാലിസയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം. ബട്ട് ഇനി മുതൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നു കഴിയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയം അത് നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമാകാൻ പോവുകയാണ്. ആ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗീൻ ഭാരത്. അതൊരു സാൻസ്ക്രിറ്റ് നെയിമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എവർ ലാസ്റ്റിംഗ് ഇന്ത്യ അല്ലേ, അനശ്വരമായ ഇന്ത്യ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതേ കാര്യം എന്താണ്, നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലേ, ലോകത്തെ പ്രധാനപ്പെട്ട 4 പ്രാചീന സംസ്കൃതികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇന്ത്യൻ സംസ്കൃതിക്കാണ് അല്ലേ. അതായത് 5000 വർഷത്തോളം അങ്ങ് സിന്ധു നദീതട സംസ്കാരം തൊട്ട് ഇന്ന് വരെ ഒരു മേജർ ചേഞ്ച് നടക്കാത്ത ഒരു എന്താണ്, അതായത് ആ പഴയ വാല്യൂസ് മാറ്റാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. 5000 ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററി. അതായത് ഹ്യൂമൻസ് എന്താണ് അഗ്രികൾച്ചർ കണ്ടുപിടിച്ച് തുടങ്ങിയ കാലം തൊട്ട് നമുക്ക്, അതായത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 4 സംസ്കാരങ്ങൾ വരുന്നത് അല്ലേ. ആ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ച ഇന്നും കാണാൻ സാധിക്കുന്ന ഒരു അപൂർവ സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് സെഡ് ടു ബി ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം. നോക്കുക, വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം ലൂവിനെ പിന്തള്ളിക്കൊണ്ട്. ഓക്കെ, ഇറ്റ് സ്പാൻസ് 1.55 lakh സ്ക്വയർ മീറ്റേഴ്സ്, 1,55,000 സ്ക്വയർ മീറ്റർ, സർപാസിംഗ് ദ ലൂഫ് മ്യൂസിയം. ഓക്കെ, മൊണാലിസയ്ക്കുള്ള വേൾഡ് ഫേമസ് ലൂവിനെ ഇന്ത്യ പിന്തള്ളാൻ പോവുകയാണ്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജിയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കറിയാം, ലൂഫ് മ്യൂസിയം പണ്ട് കാലത്ത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ, ലൂയി രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരത്തിനെ റീപർപ്പസ് ചെയ്തിട്ടാണ് അവർ ലൂഫ് മ്യൂസിയം ഉണ്ടാക്കിയത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളും അതേ മെത്തഡോളജി തന്നെ യൂസ് ചെയ്യുകയാണ്. അതിനാണ് അഡാപ്റ്റീവ് റീയൂസ് എന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ കുറച്ച് നാൾ മുമ്പ് എന്താണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം തുറന്നിരുന്നു അല്ലേ. ഇപ്പോൾ പഴയ പാർലമെൻറ്റ് മന്ദിരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ് അല്ലേ, അതിനങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ റീപർപ്പസ് ചെയ്തിട്ടാണ് ഈ ഒരു മ്യൂസിയം ആക്കി മാറ്റാൻ പോകുന്നത്. എൻറ്റയർലി അല്ല, കുറച്ച് പോർഷൻസ് നോക്കുക. എ ഡിസൈൻ സ്ട്രാറ്റജി വേർ ദ ഹിസ്റ്റോറിക് ബ്രിട്ടീഷ് എറ നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്ക്. ഓക്കെ, അത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഭാഗമാണ്. വിച്ച് ഫോമർലി ഹൗസ് ദ PMO ആൻഡ് ഹോം മിനിസ്ട്രി. അതായത് ആ ഒരു സെക്ഷനാണ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. ആർ കൺവേർട്ടഡ് ഇൻ ടു മ്യൂസിയം സ്പേസസ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദർ ഒറിജിനൽ ഹെറിറ്റേജ് ഫെസേഡ്. ഓക്കെ, അതായത് നമുക്കറിയാം, കാര്യം ഇത് ബ്രിട്ടീഷ് കാലത്തെ കൊളോണിയൽ എറ നിർമ്മിതിയാണ്. ആ നിർമ്മിതിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു ഹെറിറ്റേജ് ഉണ്ട്. അവരെ നഷ്ടപ്പെടുത്താതെ നമ്മൾ റീയൂസ് ചെയ്യുകയാണ്, ലൈക്ക് അവർ ലൂ. സോ നമ്മൾ ഇതിനു വേണ്ടി പാർട്ണർ ഇത് കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ചുമായിട്ട് തന്നെയാണ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഇൻറ്റോ ഫ്രഞ്ച്. കാര്യം അഡാപ്റ്റീവ് റീയൂസിലെ ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ളത് ഫ്രാൻസിന് തന്നെയാണ്. കാര്യം ലൂ മ്യൂസിയം അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. സോ ആ ഒരു ഫ്രഞ്ച് എക്സ്പെർട്ടൈസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ദ ആർക്കിടെക്ചർ ഈസ് ലെഡ് ബൈ ആർക്കോപ്പ് അസോസിയേറ്റ്. ഓക്കെ, ആർക്കോപ്പ് അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു കൺസോഷ്യമാണ് അതിൻ്റെ അത് ലെഡ് ചെയ്യുന്നത്. കുലാപ്പാത് യാന്ത്രസാപ്പ് എന്ന് പറയുന്ന തായ് ആർക്കിടെക്റ്റാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ഈ അഡാപ്റ്റീവ് റീയൂസിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടാണ് നമ്മുടെ കുലാപ്പാത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ എന്താണ് നമ്മുടെ AR VR സാങ്കേതികവിദ്യയൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യണം അല്ലേ. നമ്മുടെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് ഹിസ്റ്ററി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഹിസ്റ്ററി കാണുമ്പോൾ ഇപ്പോൾ എന്താണ് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രതിമ കാണുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റഫ്ഡ് ആനിമൽസിനെ കാണുന്നു. ബട്ട് അത് ഇൻട്രാക്ട് ചെയ്താലോ നമ്മളുമായിട്ട്, നമ്മൾ അമ്മത്തെ ഇതിലോട്ട് പോയിട്ട് ഒരു ഹോളോഗ്രാം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു, നമ്മൾ ആ ലോകത്തിലോട്ട് പോകുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. സോ അങ്ങനത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മ്യൂസിയത്തിനെ എന്താണ് നമ്മൾ ആ ലോകത്തിലോട്ട് ചെന്ന് കയറുന്ന ആ ഒരു രീതിക്ക് മ്യൂസിയമാക്കി മാറ്റുക. അതാണ് പുതിയ മ്യൂസിയം ടെക്നോളജി എന്ന് പറയുന്നത്. അതൊക്കെ ബ്ലെൻഡ് ചെയ്ത്, മാത്രമല്ല ഇന്ത്യയുടെ തനതായിട്ടുള്ള സംസ്കാരം നിങ്ങൾ നോക്കിക്കേ, ആൻഷ്യൻ നോളജ് ലൈക്ക് വേദാസ്, ആയുർവേദാസ്,
നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, 1947 വരെയുള്ള നമ്മുടെ ആ സ്ട്രഗിൾ, അതിനുശേഷം വന്ന ഹിസ്റ്ററീസ്, ഇതെല്ലാം കൂടെ എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട് 5000 വർഷത്തെ ചരിത്രം മൊത്തം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം, അതാണ് യുഗീൻ ഭാരത്. വാട്ട് എ ഗ്രേറ്റ് ന്യൂസ് അല്ലേ. സോ ലൂവ് മ്യൂസിയം പോലെ നമുക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന പുതിയൊരു നേട്ടമാണ് നമ്മുടെ ഈ പുതിയ മ്യൂസിയം. ഇതിൻ്റെ ഡിസൈനും കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്. നോക്കിക്കേ, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നോക്കിക്കേ, ഒരു ഫ്ലോയിങ് ലൈക്ക് അല്ലേ, ഒരു വൈറ്റ് ഫ്ലോയിങ് ഡിസൈനാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു പഴയ ബിൽഡിംഗ് മാറ്റുന്നില്ല, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ജോയിൻ ഹാൻഡ്സ് ടു ബിൽഡ് വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം നിയർ രാഷ്ട്രപതി ഭവൻ. ഓർക്കുക. ഓക്കെ, നമ്മളിനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ഫെയറിനെ കുറിച്ചാണ്. നമ്മൾ കാലാഘോട പറഞ്ഞതുപോലെ, നമ്മുടെ കൊച്ചിൻ ബിനാലെ പറഞ്ഞതുപോലെ, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫെയറാണ് സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേള. അതായത് ഇത് കൂടുതലും ഹാൻഡിക്രാഫ്റ്റ്സ്, ഹാൻഡ്ലൂമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേളയാണ്. ഇതിൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ശില്പ് മഹാകുംഭ്. ഓക്കെ, ശില്പ് മഹാകുംഭ്. ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? മഹാകുംഭ്, കുംഭമേള അല്ലേ, കുംഭമേള. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പീസ്ഫുൾ ഗ്യാതറിംഗ് അല്ലേ, അതാണ് കുംഭമേള എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് അതിന് ഒരു ഇത് കൊടുക്കാൻ വേണ്ടി, അതായത് ശില്പികളുടെ ഒരു വലിയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയാൻ, ആ ഒരു ഇതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 7 തൊട്ട് 23 വരെയാണ്, 2025 നടന്നത്. ഓക്കെ, അപ്പോൾ 2026 ഇത് വരുന്നുണ്ടെന്ന് ഓർക്കുക. ഇതിൻ്റെ വെന്യൂ, ആ സ്ഥലം തന്നെയാണ്, അതാണ് ആ പേര്. സൂരജ് കുണ്ട് എന്ന് പറയുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, അവിടെ നടക്കുന്ന മേളയാണ് സൂരജ് കുണ്ട് മേള എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂംസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഫോറിൻ പാർട്ട്ണറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റും ഇതിലെ പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ 2025 ആരാണ് പാർട്ട്നേഴ്സ് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഫോറിൻ പാർട്ട്നേഴ്സ് ഒരു രാജ്യമായിരുന്നില്ല, ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു, ബിംസ്റ്റെക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ഓക്കെ, ബേ ഓഫ് ബംഗാൾ, അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്ത് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. സോ ആ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇതിൻ്റെ ഫോറിൻ പാർട്ണർ എന്ന് പറയുന്നത്, ഒരു രാജ്യമായിരുന്നില്ല. ഓക്കെ, അതായത് ലൈക്ക് ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ, തായ്ലൻഡ് ആൻഡ് ശ്രീലങ്ക. ഓക്കെ, ഇത്രയും രാജ്യങ്ങൾ ചേർന്ന കൂട്ടായ്മയാണ് ബിംസ്റ്റെക്. ആ ബിംസ്റ്റെക് ആയിരുന്നു സൂരജ് കുണ്ട് മേളയുടെ ഫോറിൻ പാർട്ട്ണർ. ഇത് അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, കൂടുതലും എന്താണ് ഹാൻഡിക്രാഫ്റ്റ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേളയാണ് എന്തെന്ന് പറയുന്നത് സൂരജ് കുണ്ട് മേള എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 സ്റ്റേറ്റ് അറ്റ് എ ടൈം ഇതിൻ്റെ പാർട്ട്നേഴ്സായി മാറി. ഓക്കെ, സാധാരണ ഒരു കൊല്ലം ഒരു സംസ്ഥാനത്തിനാണ് ഇതിൻ്റെ പാർട്ണറായി മാറാൻ സാധിക്കുക. ബട്ട് ഈ കഴിഞ്ഞ കൊല്ലം 2025 2 സ്റ്റേറ്റ് ഇവരുടെ തീം പാർട്ട്നേഴ്സായിട്ട് മാറി. ഓക്കെ, ഒഡീഷ ആൻഡ് മധ്യപ്രദേശ്. ഇതിൻ്റെ ഫോക്കസ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലേ, സ്പെഷ്യൽ ഹെറിറ്റേജ് ക്രാഫ്റ്റ്സ് ഏരിയ, അതായത് ക്രാഫ്റ്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഇതിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേളയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇന്നോവേഷൻ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പാർട്ട്, ഇതിനായിട്ടുള്ള ടിക്കറ്റ്സ് വിൽക്കാൻ വേണ്ടി ഒരു പുതിയ സ്ട്രാറ്റജി ഉപയോഗിച്ചു. ഡൽഹി മെട്രോ വഴി അല്ലേ, ഡൽഹി മെട്രോ DMRC വഴി മൊമെൻറ്റം 2.0 എന്ന് പറയുന്ന ഒരു ആപ്പ് അത് അവർ ലോഞ്ച് ചെയ്തു എല്ലാ മെട്രോ സ്റ്റേഷനിലും. ഓക്കെ, അതുവഴി ടിക്കറ്റ് വിറ്റും ഈ മേള കുറച്ച് ചരിത്രം അല്ലേ, കുറച്ച് പ്രസിദ്ധി ആർജിച്ചു. ഓക്കെ, സോ ഈ മൊമെൻറ്റം 2.0 എന്ന് പറയുന്ന ആപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ നടന്നൊരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റൈൽ എന്ന് പറയും പോലെ സാങ്കനേരി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ടെക്സ്റ്റൈലുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അതൊരു ഹാൻഡ് പ്രിൻറ്റഡ് ടെക്സ്റ്റൈലാണ്. ആ ടെക്സ്റ്റൈൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആയിട്ടൊരു ചെറിയ ബന്ധം വരികയാണ്. നമുക്ക് എന്താ നോക്കാം. സോ ഇൻ October 2025 Indian Railways launched a pilot to replace standard AC coach bedding with Sanganeri print cotton covers. അതായത് നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്ത് നിങ്ങൾക്കറിയാം, AC കോച്ചുകളിൽ കൂടുതലും വൈറ്റ് കളറായിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴുകാറില്ല, ഹൈജീനിക് അല്ല എന്നും പറഞ്ഞ് കുറേ കംപ്ലയിൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അശ്വിനി വൈഷ്ണവ്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അശ്വിനി വൈഷ്ണവ് അല്ലേ, ലൈക്ക് അവർ നിതിൻ ഗഡ്കരി. സോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലോഞ്ച് ചെയ്ത പുതിയ പദ്ധതിയാണ്
ഈ ബ്ലാങ്കറ്റ് ചേഞ്ചിങ്. ഇതിനൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡിസൈൻ ആസ്പെക്റ്റിൽ ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അൺലൈക്ക് ദ ഹെവി ബ്ലാങ്കറ്റ്സ്, ദീസ് ആർ വാഷ്, അത് 15 ദിവസം കൂടുമ്പോൾ ഒരിക്കലാണ് വാഷ് ചെയ്യുക. ബട്ട് ഇതൊരു ലൈറ്റ് വെയ്റ്റ് കോട്ടൺ കവറാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഓരോ ജേർണി കഴിയുന്തോറും ഇവരെന്ത് ചെയ്യും, വാഷ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജയ്പൂർ അസാർവ, അഹമ്മദാബാദിലാണ് അസാർവ എന്ന് പറയുന്നത്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് എ ലോഞ്ച് സെറമണി ഹെൽഡ് അറ്റ് ഖാത്തിപൂര സ്റ്റേഷൻ, ജയ്പൂർ. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ലോഞ്ച് സെറമണി. നമ്മുടെ അശ്വിനി വൈഷ്ണവാണ് ഇത് പ്രസന്റ് ചെയ്തത് രാജ്യത്തിന് വേണ്ടി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ടു ബ്ലെൻഡ് ദ പാസഞ്ചർ കംഫോർട്ട് വിത്ത് കൾച്ചറൽ ടൂറിസം. അതായത് ഇന്ത്യൻ റെയിൽവേയിലെ പാസഞ്ചർ അല്ലേ, അത് ഒരുപാട്, ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പാസഞ്ചർ ട്രെയിൻ ശൃംഖലയാണ് അല്ലേ. അതിനകത്ത് ഇന്ത്യൻ കൾച്ചറിൽ ഒരു പ്രത്യേകത കൊണ്ടുവരിക, സാങ്കനറി എന്ന് പറയുന്ന ഒരു ഹാൻഡ് പ്രിന്റ് ടെക്സ്റ്റൈൽ യൂസ് ചെയ്യുക. അത്രയും വലിയൊരു എന്താ പറയുക, അത്രയും വലിയൊരു പ്രൊമോഷൻ ഇല്ല അല്ലേ. സോ ആ ഒരു സാങ്കനറി എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ച ഒരു സ്പെഷ്യൽ എന്താണ് ഒരു ടെക്സ്റ്റൈൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ സാങ്കനറി പ്രിന്റ് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആണ്. GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് 2010 കിട്ടിയ ഒരു ടെക്സ്റ്റൈൽ കൂടിയാണ് എന്തെന്ന് പറയുന്നത്, സാങ്കനറി പ്രിന്റ് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് സാങ്കനറി ഒന്നുകൂടെ നോക്കാം. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിങ്. ഓക്കെ, ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതായത് വൈറ്റ് ഓർ ഓഫ് വൈറ്റ് ക്ലോത്തിൽ വുഡൻ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് അത് ഡൈയിൽ മുക്കിക്കൊണ്ട് പാറ്റേൺസ് ഉണ്ടാക്കുന്ന ഒരു മെത്തഡോളജിയാണ് സാങ്കനറി പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രാജസ്ഥാൻ അല്ലേ, സാങ്കനറി എന്ന് പറയുന്നത് രാജസ്ഥാൻ എന്നുള്ള ഒരു ട്രഡീഷണൽ ടെക്സ്റ്റൈലാണ്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ചിപ്പ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ടിസാൻസ്. ഓക്കെ, ആ കമ്മ്യൂണിറ്റി, ഇത് ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ചിപ്പ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഇവർ വുഡിൽ എന്ത് ചെയ്യും, പാറ്റേൺസ് കൊത്തിയെടുക്കും, എന്നിട്ട് അപ്പോൾ ഡൈയിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രിന്റ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് ഹാൻഡ് പ്രിന്റ് ആണ്, ഹാൻഡ് മെയ്ഡ് ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദ പ്രിന്റ്സ് ആർ നോൺ ഫോർ ദർ ഡെലിക്കേറ്റ് ഫ്ലോറൽ മോട്ടീവ്സ്. ആ ഒരു ഫ്ലോറൽ മോട്ടീഫിനെ വിളിക്കുന്ന പേരാണ് ബുട്ടാസ് ആൻഡ് ഫൈൻ ലൈൻസ്. ഇത് നാച്ചുറലി പ്രിന്റ് ചെയ്യുന്നത് വൈറ്റ് ഓർ ഓഫ് വൈറ്റ് ക്ലോത്തിലാണ്. ഓക്കെ, സാങ്കനറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, 2010 കിട്ടിയ ഒരു ക്രാഫ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടൊരു ക്രാഫ്റ്റും കൂടിയാണ്. സോ അതിനെ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു ചേഞ്ച് ആണ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമി ഓർ ഇന്ത്യൻ ആംഡ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയെ കുറിച്ചാണ്. അതിൽ നമ്മുടെ നിഫ്റ്റ് ചെറുതായിട്ടൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ദ ന്യൂ ആർമി കോമ്പാറ്റ് കോട്ട് ആൻഡ് യൂണിഫോം 2025 നടന്നൊരു കാര്യമാണ്. ഇൻ ജാനുവരി 2025 the Indian Army officially introduced a new 3-layered coat combat design. So it is designed by NIFT New Delhi. ഓക്കെ, അതായത് ഡിസൈനിങ് സ്റ്റുഡൻസിന് ഒരു ഗുഡ് ന്യൂസ് ആണ്. അതായത് എന്താണ്, NIFT ന്യൂ ഡൽഹി ഡിസൈൻ ചെയ്ത പുതിയൊരു ഇന്ത്യൻ ആർമിയുടെ ഒരു കോമ്പാറ്റ് യൂണിഫോം, നോട്ട് യൂണിഫോം ആക്ച്വലി ഇറ്റ്സ് എ കോമ്പാറ്റ് കോട്ട്. ഓക്കെ, ഒരു കാമഫ്ലേജ് കോട്ടാണ്. ബട്ട് ഇതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. നമുക്ക് എന്താണ് പ്രത്യേകതകൾ നോക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈം the Indian Army successfully registered the intellectual property rights for both the design and the specific digital camouflage pattern. അല്ലേ, എന്താണ് കാമോഫ്ലേജ് എന്ന് പറയുന്നത് അല്ലേ? കാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് പ്രകൃതിയായിട്ടല്ലേ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കാതിരിക്കുക അല്ലേ, പ്രകൃതിയായിട്ട്. അപ്പോൾ ഓന്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓന്തെന്താണ്, ഓന്തൊരു സർഫസിൽ വന്നിരുന്ന് എന്ത് ചെയ്യും, ആ സർഫസുമായിട്ട് ബന്ധപ്പെട്ട പാറ്റേൺ അവരുടെ ബോഡിയിൽ അവർ മിമിക് ചെയ്യും. സോ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ഡിജിറ്റൽ കാമോഫ്ലേജ് പാറ്റേൺ. സോ ബോത്ത് ദ ഡിസൈൻ ആൻഡ് ദിസ് കാമോഫ്ലേജ് പാറ്റേൺ, ഇതിന് രണ്ടിനും എന്ത് ചെയ്തു, നമ്മളെ ഇന്ത്യ പേറ്റന്റ് എടുത്തിരിക്കുന്നു. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്, NIFT ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇതിൻ്റെ മെറ്റീരിയൽ ഇന്നോവേഷൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് യൂസസ് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ദാറ്റ് ആർ ലൈറ്റർ, സ്റ്റേഡിയർ, മോർ ബ്രീത്തബിൾ, മേക്കിംഗ് ഇറ്റ് എ മാസ്റ്റർ പീസ് ഓഫ് ഫങ്ഷണൽ ഫാഷൻ. ഓക്കെ, അതായത് വെറും ആർമി, നമുക്കറിയാം കൂടുതൽ ആർമി ഫോഴ്സ് ഫാഷനെ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളല്ല. ബട്ട് ഇതിലൊരു ഫാഷൻ സൈഡ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ മെറ്റീരിയൽ കുറച്ചുകൂടെ എന്തായിട്ട് മാറി, ലൈറ്ററായി, സ്റ്റേഡിയറായി, കുറച്ചുകൂടി ബ്രീത്തബിളായി. അവരുടെ ബോഡിയിൽ കുറച്ച് എന്താണ് ബ്രീത്ത് അല്ലേ, എയർ സർക്കുലേഷൻ കുറച്ചുകൂടി കൂടുന്ന രീതിയിൽ ഒരു പുതിയ മെറ്റീരിയൽ ഇന്നോവേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു 3 ലെയേർഡ് കോട്ടാണ്. ഓക്കെ,
അതായത് നിങ്ങൾക്ക് ഇവിടെ 3 കോട്ട് കാണാൻ സാധിക്കും. ഇതാണ് പുറത്ത് കാണുന്ന കാമോഫ്ലേജ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ജാക്കറ്റാണ്. ഇത് കുറച്ചുകൂടെ ഉള്ളിൽ വയ്ക്കുന്ന തെർമൽസ് ആണ്. ഓക്കെ, നമുക്കറിയാം അല്ലേ, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് അങ്ങ് ഹിമാലയത്തിലെ ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ അല്ലേ, സിയാച്ചിൻ ഗ്ലേഷ്യർ. അത് കാക്കുന്നത് ഇന്ത്യയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ -40s ഒക്കെയാണ് തണുപ്പെന്ന് പറയുന്നത്. അത്രയും തണുപ്പത്ത് നിന്നാണ് നമ്മുടെ ജവാന്മാർ നമ്മുടെ ഇന്ത്യനെ കാക്കുന്നത്. സോ അവർക്ക് വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്തൊരു കോട്ടാണ്. ഓക്കെ, അങ്ങ് ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ അവർ ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. സോ അവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പുതിയ സംഭവമാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദ എൻസെമ്പിൾ ഇൻക്ലൂഡ്സ് ആൻ ഔട്ടർ ഡിജിറ്റലി പ്രിന്റഡ് കോട്ട്, ഇവിടെ കാണാൻ സാധിക്കും, ആൻഡ് ആൻ ഇൻസുലേറ്റഡ് മിഡ് ലെയർ. ഇതാണ് തണുപ്പിനെ പ്രതിരോധിക്കുന്ന മിഡ് ലെയർ എന്ന് പറയുന്നത്. ആൻഡ് മോയ്സ്ചർ കൺട്രോളിങ് തെർമൽ ബേസ് ലെയർ, ഈ കാണുന്ന തെർമൽ ബേസ് ലെയർ. ഇത് മൂന്നും ചേർന്ന ഒരു ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഈ കോമ്പാറ്റ് കോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എർഗോണിക്കലി ഡിസൈൻ ഫോർ ദ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഡൈവേഴ്സ് ടെറൈൻസ്. ഓക്കെ, ബോത്ത് എക്സ്ട്രീം, നമുക്കറിയാം ബോത്ത് ടെമ്പറേച്ചർ, എക്സ്ട്രീം ടെമ്പറേച്ചറിനും അതുപോലെ തന്നെ പല പല ടെറൈൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പുതിയൊരു കോമ്പാറ്റ് യൂണിഫോമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർ ദ ഡിസൈനിങ് സ്റ്റുഡൻസ് NIFT ന്യൂഡൽഹി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിലെ കറണ്ട് അഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ബേസിൽ സൈനിങ് ഓഫ്.